ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് കേരളത്തിൽ. ഇന്ന് രാവിലെ KPCC പ്രസിഡന്റും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള UDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ K സുധാകരനാണ് ആദ്യമായി പറയുന്നത് CPMന്റെ സമുന്നത നേതാവ് EP ജയരാജൻ BJPയിലേക്ക് പോകാൻ വേണ്ടി ചർച്ചകൾ നടത്തിയെന്ന്. ഇത് അദ്ദേഹം പറയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് CPM സുധാകരനെതിരെ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ് സുധാകരൻ BJPയിലേക്ക് പോകും, സുധാകരൻ BJPയുമായി ചർച്ച നടത്തി, സുധാകരനെ വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രചരണ കാലയളവിൽ കണ്ണൂരിൽ പ്രധാനമായിട്ടും CPM ഉന്നയിച്ച ഒരു കാര്യം സുധാകരനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അദ്ദേഹം BJPയുടെ ആളാണ് എന്ന നിലയിലായിരുന്നു. അത് തനിക്ക് തിരിച്ചടിയാകുമോ എന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകളുള്ളപ്പോൾ ഇന്ന് രാവിലെ K സുധാകരൻ ഇന്ന് വലിയൊരു ബോംബ് പൊട്ടിച്ചത് EP ജയരാജൻ എന്ന് പറയുന്ന CPMന്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, LDF കൺവീനർ കൂടിയാണ്, അദ്ദേഹം BJPയുമായി ചർച്ച നടത്തി എന്നാണ് ഇന്ന് സുധാകരൻ വെടിപൊട്ടിച്ചത്. അതിനുശേഷം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഇലക്ഷൻ സീസൺ ആയപ്പോൾ ദല്ലാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ദല്ലാൽ നന്ദകുമാർ, അദ്ദേഹം ഒരു വിവാദ ഇടനിലക്കാരനാണ്. അദ്ദേഹം അനിൽ ആന്റണിക്കെതിരെ പ്രസ്താവന നടത്തിയിട്ടുണ്ട്, ശോഭാ സുരേന്ദ്രനെതിരെ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഇന്നത്തേത് ഉൾപ്പെടെ സസൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അത് BJPയുടെ ഔദ്യോഗിക നേതൃത്വത്തിന് വേണ്ടി, BJPക്ക് വേണ്ടിയിട്ട് സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഈ പണിയെടുക്കുന്നതെന്ന് തോന്നിപ്പോകും. കാരണം ഔദ്യോഗിക നേതൃത്വത്തിന് താല്പര്യമില്ല എന്ന് തോന്നുന്ന ശോഭാ സുരേന്ദ്രനെതിരെയും അനിൽ ആന്റണിക്കെതിരെയും നിരന്തരമായി അദ്ദേഹം പ്രസ്താവന നടത്തുന്നുണ്ട്. എന്നാൽ മറ്റു BJP സ്ഥാനാർത്ഥികൾക്ക് ഫേവർ ആവുന്ന രീതിയിലാണ് ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാനുള്ള അവരുടെ 18ാമത്തെ അടവും പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണോ അയാൾ ഇത്തരത്തിൽ ഈ ദല്ലാൽ നന്ദകുമാർ ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് തോന്നുന്നുണ്ട്. അദ്ദേഹം ഈ ജയരാജന്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷേ സുധാകരൻ ഇന്ന് പത്രസമ്മേളനത്തിൽ അഭിപ്രായം പറഞ്ഞതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ദല്ലാൽ നന്ദകുമാർ തന്നെ ഇടപെട്ടുകൊണ്ട് ജയരാജനെ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾക്ക് ദല്ലാൽ നന്ദകുമാർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഒരു പുതിയ വിവാദം ഉണ്ടായിരിക്കണം. CPMന് വലിയ രീതിയിൽ CPM പ്രതിരോധത്തിൽ പോകുന്ന ഒരു വിവാദമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. കാരണം അവർ LDF കൺവീനറാണ്, ഏറ്റവും സമുന്നത നേതാവാണ്. പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള ഇപ്പോൾ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരുപക്ഷെ പിണറായിക്ക് ശേഷം ഒരു പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള EP ജയരാജൻ തന്നെ BJPയിലേക്ക് പോകാൻ ചർച്ചകൾ നടത്തി എന്ന രീതിയിലുള്ള ഈ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് വരുമ്പോൾ അത് പ്രതിക്കൂട്ടിലാക്കുന്നത് CPMനെയാണ്. ഒരുപക്ഷെ നിരന്തരമായി CPMകാർ ഇത്തരം പ്രചരണങ്ങൾ കോൺഗ്രസ്സുകാർക്കെതിരെയാണ് നടത്താറ്. കോൺഗ്രസ്സുകാരിൽ ആൾ പോകുന്നു, അത് സുധാകരൻ നടത്താറുണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരെയൊക്കെ അവർ വെറുതെ ഈ ഒരു ആരോപണം നിരന്തരമായി ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഇത് അപ്രതീക്ഷിതമായിട്ട് ആ ആരോപണം ഇപ്പോൾ CPMന് തന്നെ തിരിച്ചടിയായിരിക്കുന്നു. ഇക്കാര്യത്തിൽ CPMകാർ ഇനി ഇത്തരം പ്രചരണങ്ങൾ ആർക്കെതിരെ നടത്തുമ്പോൾ പുനർവിചിന്തനം നടത്തണം എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ പറയുന്നത്. അതോടൊപ്പം തന്നെ CPMും BJPയും തമ്മിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഡീലുണ്ട്. അത് ലാവ്ലിൻ കേസ് ഒത്തുതീർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒത്തുതീർത്തു കൊടുത്താൽ തൃശ്ശൂരിലെ CPM വോട്ടുകൾ BJPക്ക് ചെയ്യാം, BJP ജയിപ്പിച്ചു കൊടുക്കാം, എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു സീറ്റ് എന്ന BJPയുടെ ദേശീയ നേതൃത്വത്തിന്റെ സ്വപ്നം പൂവണിയാനുള്ള ഒരു ഡീല് കൂടി നടന്നതായി ഇന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നുണ്ട്. ദല്ലാൽ നന്ദകുമാറിന്റെ എല്ലാ പ്രസ്താവനകളെയൊന്നും പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ശരി, ഒരു തൃശ്ശൂരുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് കേരളത്തിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJPയും CPM തമ്മിൽ രഹസ്യ ബന്ധമുണ്ട് എന്നുള്ളത്. അത് പൂരം വിവാദം ഉണ്ടായപ്പോൾ അദ്ദേഹം വീണ്ടും അത് ഉയർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഇന്ന് ദല്ലാൽ നന്ദകുമാർ നടത്തിയിട്ടുള്ള ഈ പ്രചരണം. ഏതായാലും പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഈ വിവാദങ്ങൾ പ്രബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുമ്പോൾ ഏത് തരത്തിലാണ് അത് വോട്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും അത്ര ഭൂഷണമല്ലാത്ത, പ്രത്യേകിച്ച് ഈ CPM ഒക്കെ നിരന്തരമായി കോൺഗ്രസ്സുകാർ BJPയിലേക്ക് എന്ന പ്രചരണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ, വളരെ നിർണായകമായ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നത് CPMകാർക്ക് അവര് വിതച്ചത് കൊയ്യുന്നു എന്ന് പറയേണ്ടി വരും. ഇതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി CPMനാണ് സംഭവിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ.